2019 മാർച്ച് മാസം തെങ്കാശിയിലെ അച്ഛൻ പുതുതുറ എന്ന സ്ഥലത്തെ 50 വയസ്സുള്ള ഉമ്മ എന്ന സ്ത്രീ അവർ വല്ലാത്തൊരു മടിയോടുകൂടി അന്ന് അവരുടെ വീട് വിട്ടിറങ്ങി. ആ വീട്ടിലേക്ക് പോകണോ ആ ഒരു ചിന്തയോടുകൂടിയായിരുന്നു തൻ്റെ വീട്ടിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള മകൻ കാളിരാജിൻ്റെ വീട്ടിലേക്ക് പോയത്. അവരുടെ ആ മടിക്കുള്ള കാരണം ഏകദേശം 1 വർഷം മുൻപാണ് കാളിരാജ് അമ്മയുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ അഭിരാമി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചത്. അന്നു മുതൽ കാളിരാജിനും അമ്മയ്ക്കും ഇടയിൽ യാതൊരു സംസാരം ഉണ്ടായിരുന്നില്ല. കാളിരാജ് തൻ്റെ ഭാര്യയുമായി ഒരു പ്രത്യേക വീടെടുത്ത് ജീവിക്കുകയായിരുന്നു. എങ്കിൽ പോലും ഇവർ പൊതു ഇടങ്ങളിൽ വെച്ച് ഇടയ്ക്കിടെ കണ്ടുമുട്ടുകയും ബന്ധുക്കൾ വഴി കാളിരാജിനെ കുറിച്ച് അവരുടെ അമ്മ അന്വേഷിക്കുകയും അതുപോലെ തന്നെ കാളിരാജ് അമ്മയെക്കുറിച്ച് അന്വേഷിക്കുക, ഇങ്ങനെ ഈ ഒരു അമ്മ മകൻ ബന്ധം തുടരുന്നുണ്ടായിരുന്നു. ഈ സമയത്തായിരുന്നു 2018 സെപ്റ്റംബർ മാസം മുതൽ കാളിരാജിനെ കോൺടാക്ട് ചെയ്യാനേ സാധിച്ചില്ല. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ നാട്ടിലാണെങ്കിൽ പിന്നെ അയാളെ കാണാനേ സാധിച്ചില്ല. അയൽവാസികൾ, ബന്ധുക്കൾ എല്ലാവരും കാളിരാജിൻ്റെ ഭാര്യയായ അഭിരാമിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ജോലി ആവശ്യത്തിന് തിരുപ്പൂരിലേക്ക് പോയിരിക്കുകയാണ്, ഫോൺ അല്പം റിപ്പയർ ആണ്, എനിക്കും ഫോൺ വിളിച്ചില്ല എന്നും പറഞ്ഞു. പക്ഷെ അഭിരാമി ഈ ഒരു മറുപടി 1-2 ദിവസം മാത്രം പറഞ്ഞെങ്കിൽ അതൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ കാളിയെക്കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാവരോടും ഏകദേശം 5 മാസത്തോളം ഇതേ മറുപടി തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇക്കാര്യം കാളിയുടെ അമ്മയ്ക്കും അറിയാം. അങ്ങനെ ഒരു ഘട്ടത്തിൽ കാളിയുടെ അമ്മയും ഇക്കാര്യം അറിഞ്ഞു. തൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച മകൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവനെക്കുറിച്ച് അന്വേഷിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിൽ പോലും തൻ്റെ മകനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണം, അവനെ കാണണം എന്നുള്ള ആ ഒരു സ്നേഹം, വാത്സല്യമായിരുന്നു അവരെ ആ വീട്ടിലേക്ക് പോകാൻ ഇടയാക്കിയത്. വീട്ടിൽ പോയപ്പോൾ അകത്തുണ്ടായിരുന്ന അഭിരാമിയോട് മകൻ കാളി എവിടെയെന്ന് ഉമ്മ ചോദിച്ചു. കാളിയുടെ അമ്മ ആ വീട്ടിലേക്ക് വരുമെന്ന് ഒരല്പം പോലും പ്രതീക്ഷിക്കാത്ത അഭിരാമി ഉമ്മയോട്, നിങ്ങളുടെ മകനും എനിക്കും തമ്മിൽ ഇടയ്ക്ക് ചെറിയ വഴക്കുണ്ടായി, ആ വഴക്കിൽ അവൻ എന്നെ അടിച്ചു, എന്നിട്ട് എവിടേക്കോ പോയി, അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു. ഇത് കേട്ട ഉമ്മ, ഇത്രയും ദിവസം ജോലി ആവശ്യത്തിന് വേണ്ടി അവൻ തിരുപ്പൂരിലേക്ക് പോയി എന്നൊക്കെയല്ലേ നീ എല്ലാവരോടും പറഞ്ഞത്, ഇപ്പോൾ എന്നോട് നീ ഇങ്ങനെ പറയുന്നു, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നീ എന്തോ ഒന്ന് മറച്ചു വയ്ക്കുകയല്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മാത്രമേ എല്ലാം ശരിയാകൂ എന്ന് പറഞ്ഞ് ആ ഉമ്മ അവിടെ നിന്നും പോയി. ഉമ്മ അവിടെ നിന്നും പോയതും അഭിരാമി തിരിഞ്ഞ് ഒരു 6 മാസത്തിന് മുൻപ് ആ വീടിന് മുൻപിൽ പുതുതായി പണിത തുളസിത്തറയെ നോക്കി. അപ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയമുണ്ടായി. ശരീരമാസകലം വിയർക്കാനും വിറയ്ക്കാനും തുടങ്ങി. വീട് വിട്ടുപോയ കാളിരാജ് എവിടേക്കാണ് പോയത്? കാളിരാജിനും ആ വീട്ടിലുണ്ടായിരുന്ന തുളസിത്തറയ്ക്കും എന്താണ് ബന്ധം? 2021 തെങ്കാശിയിൽ വലിയൊരു കൂളക്കം സൃഷ്ടിച്ച 20 വയസ്സുള്ള കാളിരാജിന്റെ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. തെങ്കാശിയിലെ ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാണ് അഭിരാമി. 2015 അവൾക്കും തങ്കരാസൻ എന്നയാൾക്കും വിവാഹം കഴിഞ്ഞു. തങ്കരാസൻ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 2 കുട്ടികളും ജനിച്ചു. യാതൊരു പ്രശ്നവുമില്ലാതെ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി പോയി. ഈ സാഹചര്യത്തിൽ ഒരു ദിവസം തങ്കരാസൻ പെട്ടെന്ന് അപസ്മാരം വന്ന് മരിക്കുന്നു. തങ്കരാസനെയും അദ്ദേഹത്തിന്റെ ജോലിയെയും വിശ്വസിച്ച് ജീവിച്ച അഭിരാമിക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയില്ല. 2 മക്കളുമായി ആരുടെ സഹായവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു. തൻ്റെ മക്കളെ പരിപാലിക്കണം. വീട്ടു ചിലവുകൾക്ക് വേണ്ടിയും ഒരു കമ്പനിയിൽ അഭിരാമി ജോലിക്ക് പോയി. എന്നാൽ ആ ശമ്പളം അവർക്ക് തികയാതെ വന്നു. കൂടാതെ ജോലിക്ക് പോകുമ്പോൾ കുട്ടികൾ വീട്ടിൽ തനിച്ചാണ്. ആ ഒരു സാഹചര്യമുള്ളതുകൊണ്ട് മക്കളെ അഭിരാമി ബന്ധുക്കളുടെ വീട്ടിൽ താമസിപ്പിച്ചു. പിന്നീട് തനിക്ക് അറിയാവുന്ന ചില സുഹൃത്തുക്കളുടെ പക്കൽ നിന്നും കടം വാങ്ങി അഭിരാമി ഒരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചു. ഈ ബ്യൂട്ടി പാർലർ ആരംഭിച്ചതിന് ശേഷം അഭിരാമിയുടെ പക്കൽ ആവശ്യത്തിന് പണവും വരാൻ തുടങ്ങി. ബ്യൂട്ടി പാർലറിലൂടെ തന്നെ ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും അഭിരാമി പരിചയപ്പെടുന്നു. ഒരു തവണ അഭിരാമിയുടെ സ്കൂട്ടർ റിപ്പയർ ആയപ്പോൾ അവർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മെക്കാനിക് ഷെഡിൽ ആ വണ്ടി ശരിയാക്കാനായി നൽകി. അപ്പോഴാണ് കാളിരാജിനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് അഭിരാമിക്ക് 32 വയസ്സും കാളിരാജിന് 19 വയസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ ഇവർ 2 പേരും ഒരു നല്ല സഹോദരൻ ആ ഒരു രീതിയിലായിരുന്നു പെരുമാറിയത്. കാളിരാജ് ഇടയ്ക്കിടെ അഭിരാമിയുടെ ബ്യൂട്ടി പാർലറിൽ ചെന്ന് അവിടെ ഇരുന്ന് 2 പേരും ഒരുപാട് സമയം സംസാരിക്കും. ഇങ്ങനെ ഈ ഒരു ബന്ധം ഒരു ഘട്ടത്തിൽ അടുത്തു വരാൻ തുടങ്ങി.
ദിവസങ്ങൾ കഴിയുന്തോറും ഇതൊരു പ്രണയമായി മാറി. തൻ്റെ 19 വയസ്സ് മാത്രമുള്ള മകൻ 32 വയസ്സുള്ള ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നു എന്നൊക്കെ ഉമ അറിഞ്ഞപ്പോൾ അതവർക്ക് വല്ലാത്തൊരു അപമാനത്തിനും ദുഃഖത്തിനും കാരണമായി. കാരണം നാട്ടുകാരൊക്കെ പലതും പറയുന്നുണ്ട്. ഇക്കാര്യം നേരിട്ട് കാളിരാജിനോട് ചോദിച്ചു. നിനക്ക് ആ സ്ത്രീയുമായി യാതൊരു ബന്ധവും വേണ്ട, സംസാരിക്കണ്ട. നാട്ടിൽ ആളുകളൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. നിനക്കിനി ആ സ്ത്രീയുമായിട്ടുള്ളൊരു പരിചയം വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ കാളിരാജ് പറഞ്ഞത്, ഞാൻ അവളുമായി ഇഷ്ടത്തിലാണ്, എനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ മതി എന്നും പറഞ്ഞു. കാളിരാജ് ഇങ്ങനെ പറഞ്ഞതും ദേഷ്യപ്പെട്ട ഉമ, നീ അവളെ വിവാഹം കഴിക്കാൻ പാടില്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് നാട്ടിലെ പല പുരുഷന്മാരുമായും ബന്ധമുണ്ട്, ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അവളെ കാണുമ്പോൾ നല്ലൊരു സ്ത്രീയായിട്ടേ തോന്നുന്നില്ല. മാത്രമല്ല അവൾക്ക് നിന്നേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സ്ത്രീയെ നിനക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ച് അവർക്കിടയിൽ ഒരു വാക്കുതർക്കമുണ്ടായി. ശരി, കാളിരാജ് ചെറിയ കുട്ടിയല്ലേ, അവന് കാര്യങ്ങളൊന്നും അറിയാതെ സംസാരിക്കുകയായിരിക്കും. ഇനി അവനോട് സംസാരിച്ചിട്ട് പ്രയോജനം ഇല്ല എന്ന് മനസ്സിലാക്കിയ ഉമ നേരിട്ട് അഭിരാമിയോട് ചെന്ന് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നാൽ അഭിരാമിയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ മകനെ പൂർണ്ണ മനസ്സോടുകൂടി പ്രണയിക്കുകയാണ്, ഞങ്ങളുടെ പ്രണയത്തിന് നിങ്ങൾ സമ്മതിക്കണം എന്നും പറഞ്ഞു. എന്നാൽ ഇവയെല്ലാം കേട്ടപ്പോൾ ഉമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവുമാണ് വന്നത്. ഇങ്ങനെ ഒരു ദിവസം കാളിരാജ് സ്വന്തം വീട് വിട്ട് പുറത്തേക്ക് വരികയും അമ്മയുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ അഭിരാമിയുമായി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. അഭിരാമി തൻ്റെ മക്കളെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ വിവാഹം നടന്ന അടുത്ത ചില മാസങ്ങൾ മാത്രമായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം വളരെ നന്നായി പോയത്. പിന്നീട് അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. നീ എന്നെ വിവാഹം കഴിച്ചാൽ പോലും നീ എന്നിൽ നിന്നും ചെറിയൊരു കുട്ടിയാണ്, അതുകൊണ്ട് എന്നെ നീ നിയന്ത്രിക്കാൻ പാടില്ല എന്ന രീതിയിലായിരുന്നു അഭിരാമി പറഞ്ഞത്. പക്ഷേ അതിനെതിരെയായിരുന്നു കാളിരാജിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് അവർക്കിടയിൽ ഇടയ്ക്കിടെ വാക്കുതർക്കം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം കാളിരാജ് ചില സമയങ്ങളിൽ അഭിരാമി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് അഭിരാമിക്ക് മാരിമുത്തു എന്നയാളുമായി ഒരു പരിചയം ഉണ്ടാകുന്നത്. രാവിലെ 9 മണിക്ക് വീട് വിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന അഭിരാമി വൈകുന്നേരം ഒരു 6 മണിക്കായിരിക്കും വീട്ടിലേക്ക് വരിക. എന്നാൽ മാരിമുത്തുവുമായി ഈ ഒരു പരിചയം ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിനു ശേഷം അവൾ വീട്ടിലെത്തുന്ന സമയം 7 മണി, 8 മണി, ഇങ്ങനെ സമയം വർദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്തുകൊണ്ടാണ് അഭിരാമി ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ വൈകുന്നത് എന്നറിയാനായി കാളിരാജ് അഭിരാമിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മാരിമുത്തുവും അഭിരാമിയും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നതാണ് കാളിരാജ് കണ്ടത്. പിന്നീട് വീട്ടിലേക്ക് ചെന്ന് മാരിമുത്തുവിനെ കുറിച്ച് കാളിരാജ് ചോദിച്ചു. അതിന് അഭിരാമി, അദ്ദേഹം എൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്ന ഒരു റെഗുലർ കസ്റ്റമർ ആണെന്നും പറഞ്ഞു. എന്നാൽ ഇതിന് ശേഷവും മറ്റു പല ദിവസങ്ങളിൽ കാളിരാജ് ആ ബ്യൂട്ടി പാർലറിലേക്ക് പോകുമ്പോൾ എപ്പോഴും മാരിമുത്തു അവിടെ ഉണ്ടായിരുന്നു. ഇത് കാളിരാജിന് ഒരു സംശയത്തിന് തന്നെ കാരണമായി. ഒരു ദിവസം അഭിരാമി ഉറങ്ങുമ്പോൾ അവളുടെ മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചു. അപ്പോഴാണ് കാളിരാജിന് മനസ്സിലായത് അഭിരാമിയും മാരിമുത്തുവും ഏറെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ വെറും പരിചയം മാത്രമല്ല ഉള്ളത്, അതും കടന്ന് മറ്റെന്തോ ബന്ധമുണ്ട് എന്ന് കാളിരാജിന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് കാളിരാജ് അഭിരാമിയോട് ചോദിച്ചപ്പോഴും അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായി. എൻ്റെ അമ്മ അപ്പോഴേ പറഞ്ഞതാണ്, നിന്റെ പെരുമാറ്റം ശരിയല്ല, നിനക്ക് ഒരുപാട് പുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്നൊക്കെ. അമ്മ പറഞ്ഞത് ഞാൻ അന്നേ കേൾക്കേണ്ടതായിരുന്നു. നീ നിന്റെ തനി സ്വഭാവം കാണിച്ചല്ലോ എന്ന് കാളിരാജ് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വേദനയും കാര്യങ്ങളും പറയാൻ തുടങ്ങി. ഇനി നീ ബ്യൂട്ടി പാർലറിൽ പോകണ്ട, വീട്ടിലിരുന്നാൽ മതിയെന്നും അഭിരാമി ശകാരിച്ചു. ഇതിനുശേഷം ഒരു 3 മാസത്തോളം അഭിരാമിയും മാരിമുത്തുവും കണ്ടുമുട്ടിയതേയില്ല. ഈ സമയത്താണ് അഭിരാമിക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നിയത്. അഭിരാമിയും മാരിമുത്തുവും ചേർന്ന് കാളിരാജിനെ കൊല്ലാമെന്ന തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനെ 2019 സെപ്റ്റംബർ മാസം 6-ാം തീയതി കാളിരാജ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷം അഭിരാമി അവന് ഭക്ഷണം കൊടുത്തു. എന്നാൽ ആ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർന്നിട്ടുണ്ട് എന്നുള്ളത് അവൻ അറിയില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച കുറച്ച് സമയത്തിൽ തന്നെ തനിക്ക് ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് കാളിരാജ് ഉറങ്ങാനായി പോയി. പിന്നീട് രാത്രി ഒരു 2 മണിയോടുകൂടി അഭിരാമിയും മാരിമുത്തു രണ്ടുപേരുടെയും പദ്ധതി അനുസരിച്ച് മാരിമുത്തു തൻ്റെ 2 സുഹൃത്തുക്കളെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വന്ന ആ 2 പേരും മയക്കത്തിലായിരുന്ന കാളിരാജിന്റെ 2 കൈയും കാലും മുറുകെ പിടിച്ചു. അതേസമയം തന്നെ മാരിമുത്തു കാളിരാജിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും ചെയ്തു. കാളിരാജിന്റെ ഡെഡ് ബോഡി പുറത്തെവിടെയെങ്കിലും കൊണ്ട് കളയുകയാണെങ്കിൽ തീർച്ചയായും പോലീസ് കണ്ടുപിടിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവർ നേരത്തെ പദ്ധതി ഇട്ടിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിനകം തന്നെ അവർക്കൊരു പദ്ധതിയും ഉണ്ടായിരുന്നു. അഭിരാമി താമസിക്കുന്ന അതേ വീടിന് പുറത്തുണ്ടായിരുന്ന
ഒരു ചെറിയ സ്ഥലത്ത് മാരിമുത്തുവും സുഹൃത്തുക്കളും ചേർന്ന് ഒരു വലിയ കുഴിയെടുത്തു. അതിനകത്ത് കാളിരാജിന്റെ ഡെഡ് ബോഡി മറവ് ചെയ്തു. ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ അഭിരാമിയുടെ മക്കൾക്ക് അറിയില്ല. ആ സമയം അവർ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം ആരും കണ്ടുപിടിക്കാൻ പാടില്ല എന്നതിനു വേണ്ടി കുറച്ച് ദിവസത്തിൽ തന്നെ ആ സ്ഥലത്ത് ഒരു തുളസിത്തറയും അവർ നിർമ്മിച്ചു. അടുത്ത ചില ദിവസത്തിൽ തന്നെ അയൽക്കാരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമെല്ലാം കാളിരാജ് എവിടെ പോയി, എന്തുകൊണ്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതിന് അഭിരാമി അദ്ദേഹം തിരുപ്പൂരിൽ ജോലിക്ക് പോയിരിക്കുകയാണ്, ഫോണിന് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് എന്നും പറഞ്ഞു. ഇങ്ങനെ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളാകാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് കാളിരാജിന്റെ അമ്മയായ ഉമ ആ വീട്ടിൽ വന്ന് അഭിരാമിയോട് തൻ്റെ മകനെക്കുറിച്ച് ചോദിച്ചത്. അഭിരാമിയുടെ മറുപടിയിൽ തന്നെ എന്തോ ഒരു പൊരുത്തക്കേട് ശ്രദ്ധിച്ചു. ഈ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിച്ച ഉമ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മാത്രമേ ശരിയാകൂ എന്നും പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് മകനെ കാണാനില്ല എന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു. പക്ഷേ ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സാധാരണ നടക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് കാളിരാജ് ദേഷ്യപ്പെട്ട് വീട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാകും എന്നാണ് പോലീസ് പറഞ്ഞത്. ഈ ഒരു കേസ് പോലീസ് വലിയ കാര്യമായി എടുത്തതേയില്ല. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2020 കൊറോണ ലോക്ക്ഡൗൺ സമയം. അപ്പോഴും പോലീസ് ഈ ഒരു കേസ് വലിയ രീതിയിൽ ശ്രദ്ധിച്ചതേയില്ല. തുടർന്ന് ഈ കൊറോണ ലോക്ക്ഡൗൺ എല്ലാം അവസാനിച്ച് സാധാരണ നിലയിലേക്ക് വന്നതിന് ശേഷം പോലും പല തവണ ഉമ തൻ്റെ മകനെ കണ്ടെത്തി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരുന്നു. ഉമയുടെ ഈ ഒരു തുടർ ശ്രമത്തിന് ശേഷം 2021 ഏപ്രിൽ മാസം 17-ാം തീയതി പോലീസ് അഭിരാമിയുടെ വീടിനുള്ളിലേക്ക് പോയി കാളിരാജിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അഭിരാമി പറയുന്ന മറുപടിയിലും സംസാരിക്കുന്ന കാര്യങ്ങളിലും എല്ലാം ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. പോലീസ് വീണ്ടും അന്വേഷണം നടത്തി. സംശയത്തിന്റെ പേരിൽ അവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് 2.5 വർഷത്തിന് മുൻപ് കാളിരാജിനെ കൊന്ന് മറവ് ചെയ്തു എന്നുള്ള സത്യം പോലീസ് അറിയുന്നത്. തുടർന്ന് അഭിരാമി, മാരിമുത്തു, അവരെ സഹായിച്ച 2 സുഹൃത്തുക്കൾ 4 പേരെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് കാളിരാജിനെ ഇവർ മറവ് ചെയ്ത സ്ഥലം പോലീസ് കുഴിച്ചു നോക്കുന്നു. ആ കുഴിക്കുള്ളിൽ നിന്നും അവർക്ക് ലഭിച്ച എല്ലിൻ കഷ്ണങ്ങൾ പരിശോധനയ്ക്കായി അയച്ചു. അത് കാളിരാജിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തന്നെക്കാൾ 10 വയസ്സുള്ള ഒരാളെ ഒരു സ്ത്രീ വിവാഹം കഴിച്ച സംഭവവും കാമുകനുമായി ചേർന്ന് അയാളെ കൊന്ന സംഭവവും അവനെ മറവ് ചെയ്ത് അതേ വീട്ടിൽ തന്നെ 2.5 വർഷത്തോളം ആർക്കും യാതൊരു സംശയം വരാതെ ജീവിച്ച ഈ ഒരു കേസ് തെങ്കാശിയിൽ തന്നെ വലിയൊരു കൂളക്കം തന്നെ സൃഷ്ടിച്ചു. അഭിരാമിയെ വിവാഹം കഴിക്കണ്ട എന്ന് ഉമ തടഞ്ഞപ്പോൾ അത് കാളിരാജ് അനുസരിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തീരുമാനമായി മാറുമായിരുന്നു. അനുഭവം കുറവുള്ള ആ ഒരു സമയത്ത് വെറും 20 വയസ്സിൽ കാളിരാജ് എടുത്ത ആ ഒരു തീരുമാനം അവന്റെ വിവാഹമായിരുന്നു അവന്റെ ജീവൻ എടുക്കാൻ കാരണമായത്. ആഴത്തിൽ അറിയാതെ ആരെയും അനുകൂലമായി വിശ്വസിക്കരുത്. ഒരു ബന്ധം തുടങ്ങും മുൻപ് ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനും അവരെക്കുറിച്ച് അറിയുവാനും നമ്മൾ തയ്യാറായിരിക്കണം. വെറും ഒരു ആകർഷണത്താൽ അല്ലെങ്കിൽ താൽക്കാലിക ആഗ്രഹത്തിനായി വരുന്നതിനെ പ്രണയം എന്നൊക്കെ വിശേഷിപ്പിച്ചാൽ അതിന്റെ അനന്തരഫലം ഇതുപോലെ വളരെ മോശമായിരിക്കും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം കേസുകളെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.